പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ എക്സാമിൻ്റെ തലേന്നത്തെ 2 ദിവസം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോകുന്നതൊക്കെ എനിക്ക് നല്ല രീതിയിൽ എഴുതി വെക്കാനും നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ഇത്ര നേരത്തെ പഠിച്ചു തുടങ്ങേണ്ടത്? പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് പുതിയ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഓർമ്മയുണ്ട്? മെജോറിറ്റി ഓഫ് ആളുകൾക്കും എന്താണ്, കഴിഞ്ഞ കൊല്ലം പഠിച്ചത് അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ പുതിയ ക്ലാസ്സിലേക്ക് വന്നത്. അതായത് നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കുറിച്ച് യാതൊരുവിധ നോളജും ഇല്ല. അതായത് നിങ്ങളുടെ ബേസ് ഒന്നും അത്ര സ്ട്രോങ് അല്ല. നിങ്ങളിങ്ങനെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്. നിങ്ങൾ നല്ലൊരു ഫ്യൂച്ചർ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഈ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കരുത്. നിങ്ങൾ ഡെയിലി ബേസിസിൽ കുറച്ച് പഠിച്ചു പോവുക. അങ്ങനെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും വലിയൊരു ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് പോലും നിങ്ങൾ തലേ ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ, തലേത്തെ 2 ദിവസം മാത്രം പഠിക്കാതെ നല്ല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് വെച്ചെങ്കിലും സീരിയസ് ആയിട്ട് പഠിച്ചു പോവുക. ജസ്റ്റ് ആ ഒരു 2 ദിവസത്തേക്ക് മാത്രം നിങ്ങളുടെ പഠിത്തം, ഇല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. വളരെ സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുക. ഉറക്കത്തിനെല്ലാം അത് ബാധിക്കും. അങ്ങനെ പോയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതി ഉണ്ടാക്കുന്ന ആ ഒരു റിസൾട്ടിന് അധികാലം വാല്യൂ ഉണ്ടാവില്ല, അധികാലം ആയുസ് ഉണ്ടാവില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്കെങ്കിലും നേരത്തെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് നല്ലൊരു ഫ്യൂച്ചർ ഫോക്കസ് ചെയ്തിട്ട് എല്ലാവരും പഠിക്കുക. സോ നല്ല രീതിയിൽ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.